പത്മകുമാർ പേടിയിൽ CPM എന്തും സംഭവിക്കാം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാർ വാ തുറന്നാൽ ഒരുപക്ഷെ CPMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളുടെ പ്രതിച്ഛായ തകർന്ന് തരിപ്പണമാകും. അത്തരത്തിലുള്ള സൂചനകൾ അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. എന്താണ് ഇത്തരം ഒരു സൂചനകൾ, അല്ലെങ്കിൽ CPM നേതൃത്വത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള സൂചനകൾ പത്മകുമാർ പുറത്തുവിടാനുള്ള കാരണം? ആ കാരണം അന്വേഷിച്ചാൽ നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരുകയാണ്. ഇപ്പോൾ നിലവിൽ പത്മകുമാർ CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ നാളെ പാർട്ടിയിൽ നിന്നോ ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ പുറത്താക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപാകെയുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം ഈ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹം 105 ദിവസം ജയിലിൽ കിടന്നതും പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തതെന്നും പാർട്ടിയുടെ പ്രതിച്ഛായ പത്തനംതിട്ട ജില്ലയിലാകെ തകർന്ന് അടിഞ്ഞുവെന്നും പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ തോറ്റുപോയെന്നുമുള്ള വിലയിരുത്തലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടേത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ സംസ്ഥാന നിരീക്ഷകരായിട്ടുള്ള തോമസ് ഐസക്കും VN വാസവനും നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ, അതായത് പത്മകുമാറിനെ നാളെ തന്നെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നോ നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ പത്മകുമാർ വാ തുറന്നാൽ നിരവധി CPM സമുന്നതരുടെ തലതെറിക്കും, തലകൾ ഉരുളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ പ്രതിച്ഛായ തകർന്നടിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പത്മകുമാർ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശബരിമലയിലെ യുവതീ പ്രവേശനം കേരളത്തെ ആകെ കോളിളക്കമുണ്ടാക്കിയ, ഹിന്ദു വിശ്വാസികളുടെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ശബരിമലയിലെ യുവതീ പ്രവേശനം, അന്ന് താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം തന്നെ അറിയിച്ചില്ല. ആ ഒരു ദിവസം അന്ന് ശബരിമലയിൽ ശബരിമലയിലെ ഡ്യൂട്ടിയുടെ ചുമതല ഉണ്ടായിരുന്ന ADGP S ശ്രീജിത്ത് ഈ ഒരു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിഞ്ഞിരുന്നില്ല. അതിന് കാരണം തങ്ങളെ 2 പേരെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. പത്മകുമാറിനെ വിളിച്ചു വരുത്തിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ശ്രീജിത്തിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത് DGP ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരെയും ഇവർ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. പത്മകുമാറിന് DGPയും തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും തിരുവനന്തപുരത്തേക്ക് ഈ യുവതികൾ കയറുന്ന ആ ദിവസം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് അവിടെ ഇത്തരമൊരു യുവതീ പ്രവേശനം നടന്നത് എന്നാണ് പത്മകുമാർ പറയുന്നത്. താൻ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ മുറിയിൽ രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി എഴുന്നേറ്റിട്ട് TV വെക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ആചാര ലംഘനം അവിടെ ഉണ്ടായി, 2 സ്ത്രീകൾ പ്രവേശിച്ചു എന്നുള്ള കാര്യം. അദ്ദേഹം തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടത്. അതിനു മുൻപ് നടന്നതൊക്കെ തന്നെ കൃത്യമായ ഗൂഢാലോചനയായിരുന്നു. ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഗൂഢാലോചന നടന്നതെന്ന സൂചനയും അദ്ദേഹം ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. പത്മകുമാർ പറയുന്നത് താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ ഡയറികൾ എഴുതിയിരുന്നു. ഓരോ ദിവസവും എന്തെല്ലാമാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആ ഡയറിയിൽ അതത് ദിവസങ്ങളിൽ എഴുതി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഡയറി കുറിപ്പ് ഓരോന്നായി എടുത്തുകൊണ്ട് ഒരു ആത്മകഥ ഉടൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. ആ ആത്മകഥയിൽ എല്ലാം തുറന്നു പറയുമെന്നാണ് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ അദ്ദേഹം CPM നേതാക്കളുടെ സ്വർണ്ണപ്പാളി കേസിലും അതേപോലെ തന്നെ ഈ യുവതീ പ്രവേശന നടപടിയിലും എന്തെല്ലാം തരത്തിൽ CPM നേതാക്കൾ ആരെല്ലാം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഒരുപക്ഷെ നേരത്തെ തന്നെ, ആത്മകഥയ്ക്ക് മുൻപ് തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നേക്കാം. കാരണം നാളെ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമോ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള നിർണായക ദിവസമാണ് നാളെ. അതുകൊണ്ട് തനിക്കെതിരായിട്ടുള്ള ഏത് ആക്രമത്തെയും പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്നാണ് പത്മകുമാർ പറയുന്നത്. മറ്റൊരു കാര്യം, ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞുവല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വർണ്ണപ്പാളി കേസിൽ ചെമ്പുപാളി എന്ന് എഴുതിയ പേപ്പറിൽ ഒപ്പിടാൻ താൻ നിർബന്ധിതനാവുകയായിരുന്നു. സ്വമേധയാ താൻ ഒപ്പിട്ടതല്ല.
തനിക്ക് മേൽ അത്തരമൊരു സമ്മർദ്ദമുണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് താൻ ഒപ്പിട്ടത് എന്ന് മാത്രമല്ല, ആ എഴുതിയിരിക്കുന്ന കരാറിൽ അല്ല ആ ചെമ്പുപാളിയാണ് എന്ന് എഴുതിയിരിക്കുന്ന ആ പേപ്പറിലെ കയ്യക്ഷരം ആരുടേതാണെന്ന് പരിശോധിക്കണമെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പത്മകുമാർ വെളിപ്പെടുത്തുന്നു. അങ്ങനെ സ്വർണ്ണപ്പാളി കേസിലടക്കം CPM നേതാക്കൾക്ക് പരോക്ഷമായും പ്രത്യക്ഷമായും ബന്ധമുണ്ട് എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോഴത്തെ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ. അദ്ദേഹം ഇത് പുസ്തകമാക്കി ഇറക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് എതിരായി CPM നടപടി സ്വീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപക്ഷെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ ഉന്നത CPM നേതാക്കളുടെ തലകൾ ഉരുളും, അവരുടെ പ്രതിച്ഛായ തകർന്നടിയും, അവർ കുറ്റവാളി പട്ടികയിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്ര ആത്മവിശ്വാസത്തിലാണ് പത്മകുമാർ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണ്ട എന്നാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ചിലരുടെ തീരുമാനം. പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന നേതാവാണ് തോമസ് ഐസക്, മറ്റൊന്ന് VN വാസവനാണ്. ഈ രണ്ടുപേരും നാളത്തെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടാണ് പത്മകുമാറിന് എതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലെ പലർക്കും പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. കാരണം പത്മകുമാർ വാ തുറന്നാൽ ഒരുപക്ഷെ പല തലകളും ഉരുളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത്തരം കൃത്യമായിട്ട് അവർക്കറിയാമല്ലോ പത്മകുമാർ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അതത് നേതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ കൃത്യമായി പറയുന്നു, ഒരു കാരണവശാലും പത്മകുമാറിനെ ഇമേജ് കളഞ്ഞെങ്കിലും, പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി നിലനിർത്തണമെന്ന് ഈ ഭയപ്പെടുന്ന നേതാക്കൾ, പത്മകുമാറിനെ ഭയപ്പെടുന്ന നേതാക്കൾ, പത്മകുമാർ എന്തു പറയും എന്ന് വിളറിപ്പൂണ്ട ഈ നേതാക്കൾ പറയുന്നു. പത്മകുമാറിനെ ഒരു കാരണവശാലും നാളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല. കാരണം അത് തങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പത്മകുമാർ എന്തു പറയുമെന്ന് വിഷമിച്ച് പരിഭ്രാന്തി പുരണ്ടു നിൽക്കുന്ന ഈ പറയുന്ന നേതാക്കന്മാർ. പത്മകുമാർ പറയുന്നത് ഒരു മുൻ മന്ത്രിയുടെ കാര്യം മാത്രമാണ് ഇന്ന് സൂചിപ്പിച്ചത്. ആ മുൻമന്ത്രി ആരാണ്? ആ മുൻമന്ത്രി മാത്രമല്ല മറ്റ് നേതാക്കളും ഈ ഒരു വിഷയത്തിൽ, യുവതീ പ്രവേശന വിഷയവും അതേപോലെ തന്നെ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട്, ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ട് CPIM-ന് പരോക്ഷമായോ പ്രത്യക്ഷമായോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പത്മകുമാർ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് CPM-നേക്കുന്ന വലിയ ആഘാതമായിരിക്കും. ഇപ്പോൾ തന്നെ പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, വെറും 24 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ഒരു ആക്രമണം പോലും പാർട്ടിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് പത്മകുമാർ എന്തു പറയും? പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുക്കും? പത്മകുമാറിനെ നാളെ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റുമോ, അതോ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റുമോ, അതോ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി അംഗമായി തന്നെ നിലനിർത്തുമോ, പാർട്ടിയുടെ അംഗമായി തന്നെ നിലനിർത്തുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. എന്ത് തന്നെയായാലും അവിടെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ തീർച്ചയായും പത്മകുമാർ വെളിപ്പെടുത്തും. ഒന്നുകിൽ തൻ്റെ ആത്മകഥയിലൂടെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കൂട്ടിച്ചേർത്താൽ മതി, അത് ഉടൻ തന്നെ പുസ്തകമാകും, അത് ആത്മകഥയായി പുറത്തിറങ്ങും. ആ ആത്മകഥയിൽ ഒരുപക്ഷെ ഈ വെളിപ്പെടുത്തൽ നടത്തിയേക്കാം. അതിന് മുൻപ് തന്നെ വേണ്ടി വന്നാൽ, നാളെ കർശന നടപടി ഉണ്ടായാൽ ഒരുപക്ഷെ നാളെ തന്നെ പത്മകുമാർ എന്താണ് CPIM നേതാക്കളുടെ ഈ വിഷയങ്ങളിലെ റോൾ എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഒരുപക്ഷെ പത്മകുമാർ പറയാൻ സാധ്യതയുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.